ഹലോ മൈ ഡിയേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് ടേംസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് GDP അഥവാ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP എന്ന് പറയുന്നത്. ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP. ഇപ്പോൾ ഇത് നമ്മൾ ഫാക്ടർ കോസ്റ്റിൽ കണ്ടുപിടിക്കുകയാണ് എങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുന്നതാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഘടക ചെലവിൽ GDP കണക്കാക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് പരോക്ഷ നികുതി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് GDP എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ പല പ്രാവശ്യം +2 ലെവൽ എക്സാംസിന് ഒക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷനോട് നമ്മൾ കൃത്യമായിട്ട് ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെക്കാതെ പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് വരുമ്പോൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ പറയാം. അപ്പം നമ്മൾക്ക് അവിടെ ഫാക്ടർ കോസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു വാല്യൂ തരും, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, അറ്റ പരോക്ഷ നികുതി ഇവിടെ തരുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുന്നതാണ് ഫാക്ടർ കോസ്റ്റ്. ഇനിയല്ല നമ്മൾക്ക് അറ്റ പരോക്ഷ നികുതി കണ്ടുപിടിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് കുറച്ചാലും മതി. അപ്പോൾ ഏതെങ്കിലും രണ്ട് വാല്യൂ തന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വാല്യൂ നമ്മൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പം GDP ഫാക്ടർ കോസ്റ്റിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുന്നതാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇനി അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ NDP എന്ന് പറയുന്നത് GDPയിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുന്നതിനെ ആണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞത്. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞത് GDPയിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുന്നു. ഓക്കെ, അടുത്തത് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞത് ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച് അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GNP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം. ഓരോ ടേമും നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. ഉൽപ്പന്നവും മൊത്തവും അറ്റവും ഒക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. മൊത്തം ദേശീയ ഉൽപ്പന്നമാണ് എങ്കിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവന ഘടകങ്ങളുടെ പണമൂല്യമാണ് GNP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നമുക്ക് മുമ്പേ കിട്ടിയ GDPയോടൊപ്പം വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു വാല്യൂസ് അതിൻ്റെ കൂടെ കൃത്യമായിട്ട് വരത്തുള്ളൂ. അതുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. അടുത്തതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞത്. അതായത് NDPയോടൊപ്പം വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അറ്റ ദേശീയ ഉൽപ്പന്നമായിട്ട് നമ്മൾക്കവിടെ ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം GDP, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം NDP, മൊത്തം ദേശീയ ഉൽപ്പന്നം GNB, അറ്റ ദേശീയ ഉൽപ്പന്നം NNB. അപ്പം ഇവിടെ GDP, NDP, GNB, NNB അത് കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്കത് കിട്ടുന്നതാണ്. അപ്പം അത് എഴുതി തന്നെ കൃത്യമായിട്ട് പഠിക്കണം. കൂടാതെ പരീക്ഷയുടെ അന്ന് രാവിലെയോ തലേ ദിവസമോ ഇത് കൃത്യമായിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് മാത്രമേ പരീക്ഷയ്ക്കുള്ളവർ പോകാവൂ. 10th ലെവൽസൊക്കെ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് കൊണ്ട് കൃത്യമായിട്ടും ഈ ഒരു ഇക്വേഷനൂടെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഡെഫിനിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചതാണ്. GDP എന്താണ്, NDP എന്താണ്, GNB, NNB ഈ ഫാക്ടർ കോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം തന്നെ പറയാവുന്നതാണ്. നെറ്റ് അഥവാ അറ്റ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുന്നു. അതായത് നെറ്റ് കിട്ടണമെങ്കിൽ ഗ്രോസിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ നെറ്റ് കിട്ടും. ഘടക ചെലവ് അഥവാ ഫാക്ടർ കോസ്റ്റ് കിട്ടണമെങ്കിൽ കമ്പോള വിലയിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി കുറയ്ക്കണം.
ആഭ്യന്തരമാണെങ്കിൽ ദേശീയത്തിൽ നിന്ന് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം. നിങ്ങൾക്കൊന്നും പഠിക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓപ്ഷനിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നെറ്റ് മീൻസ് ഗ്രോസ് മൈനസ് തേയ്മാനം. ഘടകച്ചെലവ് എന്ന് പറയുമ്പോൾ കമ്പോള വിലയിൽ നിന്ന് അറ്റ പരോക്ഷ നികുതി. ആഭ്യന്തരം നമുക്ക് കിട്ടണമെങ്കിൽ ദേശീയത്തിൽ നിന്ന് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കുറയ്ക്കുമ്പോൾ ആഭ്യന്തരത്തിലുള്ളത് കിട്ടുന്നതാണ്. ഇനി വ്യക്തിഗത വരുമാനവും വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനവും പഠിച്ചു വെക്കണം. അതായത് പേഴ്സണൽ ഇൻകവും വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനവും. രാജ്യത്തെ വ്യക്തികൾക്ക് ലഭിച്ച യഥാർത്ഥ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഈ വ്യക്തിഗത വരുമാനം കണ്ടുപിടിക്കുന്നതിനും ഇക്വേഷൻ ഉണ്ട്. ദേശീയ വരുമാനം മൈനസ് വീതിക്കപ്പെടാത്ത ലാഭം മൈനസ് കോർപ്പറേറ്റ് നികുതി മൈനസ് കുടുംബങ്ങളുടെ അറ്റ പലിശ അടവ് പ്ലസ് മാറ്റ അടവുകൾ. അപ്പം വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് ഇത് ഇത്രയും കാര്യം ഓർത്തുവെച്ചേക്കണം. ഒന്നുകൂടെ പറയാം. ദേശീയ വരുമാനത്തിൽ നിന്ന് വീതിക്കപ്പെടാത്ത ലാഭം മൈനസ് കോർപ്പറേറ്റ് നികുതി മൈനസ് കുടുംബങ്ങളുടെ അറ്റ പലിശ അടവ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. ഇത്രയും കൂടെ ചേരുന്നതാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനം മൈനസ് വീതിക്കപ്പെടാത്ത ലാഭം മൈനസ് കോർപ്പറേറ്റ് നികുതി മൈനസ് കുടുംബങ്ങളുടെ അറ്റ പലിശ അടവ് പ്ലസ് മാറ്റ അടവുകൾ. ഇവിടെ പ്ലസ് ആണ് മാറ്റ അടവുകൾ വന്നിരിക്കുന്നത്. ഇനി വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം എന്ന് പറഞ്ഞത് യഥാർത്ഥ ഉപഭോഗത്തിനായിട്ട് വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനമാണ് ഇത്. യഥാർത്ഥ ഉപഭോഗത്തിനായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത് വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് പ്രത്യക്ഷ നികുതി, ഫൈന്, ഫീസ് തുടങ്ങിയവ കുറയ്ക്കുന്നതാണ് വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം. അതായത് യഥാർത്ഥ ഉപഭോഗത്തിനായിട്ട് വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനമാണ് വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം. അപ്പോൾ ഈ വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞത് മാറ്റ അടവുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ദേശീയ വരുമാനത്തോടൊപ്പം മാറ്റ അടവുകളോട് ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം അവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്. വീതിക്കപ്പെടാത്ത ലാഭം, കോർപ്പറേറ്റ് നികുതി, കുടുംബങ്ങളുടെ അറ്റ പലിശ അടവ് ഇതെല്ലാം മൈനസ് ആണ്. വ്യക്തിഗത വരുമാനത്തിനകത്തുനിന്ന് മൈനസ് ചെയ്യേണ്ടി. അതായത് ദേശീയ വരുമാനത്തിൽ നിന്ന് ലാഭം മൈനസ് കോർപ്പറേറ്റ് നികുതി മൈനസ് കുടുംബങ്ങളുടെ അറ്റ പലിശ അടവ് പ്ലസ് മാറ്റ അടവുകൾ. അതാണ് വ്യക്തിഗത വരുമാനം. ഇനിയും ഈ വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് പ്രത്യക്ഷ നികുതി, ഫൈന്, ഫീസ് തുടങ്ങിയവ കുറച്ച് കിട്ടുന്നതാണ് വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചോണം. കാര്യം ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഈ വ്യക്തിഗത വരുമാനം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളൂടെ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസുമായി ബന്ധപ്പെട്ട് നമ്മൾ PDF ക്ലാസ് PDF നൽകുന്നുണ്ട്. 599 ആണ് പ്രൈസ്. ഡിഗ്രി ലെവൽസുമായി ബന്ധപ്പെട്ട് GKയുടെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. പ്രിലിംസ് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്